അതുപോലെ തന്നെ ഒരു വ്യത്യസ്ത മേഖലയാണ് ടീച്ചേഴ്സ്. ഈ ടീച്ചേഴ്സിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ മിക്കവാറും നിന്നാണ് പഠിപ്പിക്കുന്നത്. നിന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരു 6-7 മണിക്കൂറൊക്കെ ദിവസവും നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കണ്ടുവരാറുള്ളത്. അപ്പോൾ അത് തന്മൂലം തന്നെ നമ്മുടെ ഈ മുട്ടിലെ സന്ധികൾക്ക് സ്ട്രെയിൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവർ കായികക്ഷമത നിലനിർത്തുന്നില്ല. മുട്ടിൻ്റെ പേശികൾക്കും അല്ലെങ്കിൽ അസ്ഥികളുടെ ചലനക്ഷമതയൊക്കെ നിലനിർത്താൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ തേയ്മാനം പോലെയുള്ള അവസ്ഥ വരാറുണ്ട്. നമുക്ക് നിസ്സാരമായ ചില മാർഗ്ഗങ്ങൾ കൊണ്ട് നമുക്കിത് മാറ്റാൻ കഴിയും. നമുക്ക് നിന്ന് പഠിപ്പിക്കുന്നതിന് പകരം നടന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരു 90% നമുക്ക് പരിഹരിക്കാൻ കുട്ടികളുടെ ഇടയിലേക്ക് നടന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ഈ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അമിത ഭാരമുള്ളവരാണെങ്കിലും നിൽക്കുന്നതുകൊണ്ട് സന്ധികളിൽ വരുന്ന കോൺസ്റ്റൻ്റ്ലി ലോഡ് ചെയ്ത് മെക്കാനിസത്തിന് ഒഴിവാകുകയും ഈ തേയ്മാനം വരാതിരിക്കുകയും കഴിയും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അധ്യാപകരുടെ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. താഴത്തെ അങ്ങേ അറ്റത്തെ റോ വരെ കാണുന്നതിന് വേണ്ടി അവരുടെ ശാരീരിക നില പോസ്റ്റർ എങ്ങനെയായിരിക്കും, ഇങ്ങനെ നോക്കുന്ന ഒരവസ്ഥയായിരിക്കും അവർ ഒരു നല്ലൊരു ശതമാനം സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പോസ്റ്ററിന് വ്യത്യാസം വരികയും സെർവിക്കൽ ലോഡോസസ് വ്യത്യാസം വരികയും ഈ സ്ട്രക്ചേഴ്സിനെല്ലാം ഇത് ഒരു ദിവസത്തെ ഒരു അഫെയർ അല്ല, ഒരു ദിവസം മാത്രം ചെയ്യുന്നതല്ല. ജീവിതത്തിൽ ഒരു നല്ലൊരു ശതമാനം സമയം ഇതേ ശാരീരിക നിലയിൽ പോകുന്നുണ്ട്. ഇത് മനസ്സിലാക്കി പരിഹരിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ മുട്ടിനുണ്ടാകുന്ന തേയ്മാനവും അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് വരാനുള്ള ലിഗമെന്റ് പ്രശ്നങ്ങളും കഴുത്തിൽ ഉണ്ടാകാവുന്ന സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ഡിസ്ക് പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ നിസ്സാരമാണ്. 2 മിനിറ്റ് ശ്രദ്ധിച്ചാൽ പരിഹരിക്കാവുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഈ പോസ്റ്ററൽ അവയർനെസ് കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം അതിൽ ഉണ്ടാവാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുരാണത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു പൗരാണികതയുടെ ഭാഗമായി ചെയ്തു വരുന്നതാണ്. മഹർഷിമാരും ഒക്കെ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ദൈനംദിന പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് യോഗ. യോഗ 2 രീതിയിൽ നമുക്കിതിനെ അനലൈസ് ചെയ്യാം. യോഗ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ ഈ കൈനറ്റിക് ചെയിൻ ആക്ടിവേഷൻ, നമ്മുടെ ഈ എല്ലാ മൂവ്മെൻറ്റ്സിനും നമ്മുടെ ശരീരത്തിലെ ഫേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഇറച്ചിയുടെ മുകളിൽ ഒരു പാട പോലൊരു ഇതുണ്ടല്ലോ, ആ ഫേഷ്യയെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് യോഗ. അതുകൊണ്ട് യോഗ ഉപയോഗപ്രദമാണ്. അത് കൈനറ്റിക് ചെയിൻ ആക്ടിവേഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചലനത്തിൻ്റെ ക്ഷമത കൂടുകയും ചലിപ്പിക്കാനുള്ള ആയാസം കുറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതിനകത്ത് ചില അപകട സാധ്യതകളുണ്ട്. യോഗ നമ്മുടെ കഴുത്തിനൊക്കെ പ്രശ്നങ്ങൾ സാധാരണമായി കണ്ടുവരാറുണ്ട്. സ്പോണ്ടിലോസിസ് പോലുള്ള ഇതൊക്കെ യോഗ ചെയ്യുന്നവരിൽ കൂടുതലായി കണ്ടുവരാറുണ്ട്. അതുപോലെ യോഗ തെറാപ്പി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ അസുഖാവസ്ഥ മനസ്സിലാക്കാതെ ചെയ്യുന്ന യോഗയും അപകടകരമാണ്. നമുക്ക് ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസോ അല്ലെങ്കിൽ സെർവിക്കൽ ഡിസ്കോ ഒക്കെ ഉള്ളവർക്ക് ഈ യോഗയിലെ ചില ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ സ്ട്രെയിൻ വരികയും ചില ദുർഘടമായ പ്രശ്നങ്ങൾ വരികയും ഒക്കെ ചെയ്യും. പക്ഷേ മസ്കുലോ സ്കെലറ്റൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ യോഗ ഒരു ഉന്മേഷം തരുന്നതും ഈ മൂവ്മെൻറ്റ്സിന് ഒരു ഉദ്ദീപനം നൽകുന്നതുമാണ്. പക്ഷേ അത് യോഗ തെറാപ്പി എന്ന രീതിയിലേക്ക് നമ്മൾ അസുഖം മനസ്സിലാക്കി എല്ലാവർക്കും എല്ലാ യോഗയും ചെയ്യാൻ കഴിയില്ല. യോഗ അവനവൻ്റെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള യോഗ ചെയ്യുകയാണെങ്കിൽ അത് ഒരു എനർജി റിലീസിങ്ങിന് നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ചില അപകട സാധ്യതകളുണ്ട്. ഈ നമുക്കറിയാം മുക്കിന് ഇങ്ങനെ യോഗ സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ എത്രത്തോളം ക്വാളിഫൈഡ് യോഗ പ്രാക്ടീഷണേഴ്സ് ആണെന്നും അവർ ഈ നമ്മുടെ ശരീരശാസ്ത്രത്തെ പറ്റി എത്രത്തോളം അനലൈസ് ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അത്തരം അനാലിസിസിന് ശേഷം യോഗ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ സർവാംഗാസനം, ശീർഷാസനം അതുപോലെയൊക്കെയുള്ളത് നമുക്ക് ശരീരത്തിന് എന്തൊക്കെ ഗുണം ഉണ്ടാവും എന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു പൂർണ്ണമായൊരു അനാലിസിസ് ഇല്ല. അതിൻ്റെ അപകട സാധ്യതകളാണ് നമ്മൾ കൂടുതലായിട്ടും സമൂഹത്തിൽ കേട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിദഗ്ധനായ ആചാര്യൻ്റെയും ശരീരശാസ്ത്രത്തെ പറ്റി അറിയാവുന്ന ഒരാളുടെയും നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യുന്നത് കണ്ട് ചെയ്യാതിരിക്കുക. അവനവൻ്റെ ശാരീരിക അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ പേശികളുടെയും സന്ധികളുടെയും ഒക്കെ ചലനക്ഷമതയോ അതിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം യോഗ ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.